ഓക്കെ, അക്ഷർ പട്ടേൽ എപ്പോഴും ബൗളിംഗിൽ ആളുടെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാറുണ്ട്. ഇന്നലെ ആണെങ്കിലും ബൗളിംഗ് എക്കണോമി തന്നെയാണ് ആളെറിഞ്ഞത്. ബാക്കി എല്ലാവർക്കും അടി കൊള്ളുന്ന സമയത്തും അക്ഷർ പട്ടേൽ എപ്പോഴും എക്കണോമിയിൽ ബോൾ എറിയും ചെയ്യും, ഒരു വിക്കറ്റ് എടുക്കുകയും ചെയ്യും. അത് ഇന്നലെയും എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ശരിക്ക് ഒരു വിക്കറ്റ് ബൗളിങ്ങിലൂടെ ഉണ്ടായിരുന്നല്ലോ. മറ്റേ വിക്കറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അൺലക്കി ആയിട്ടുള്ള ഔട്ടാണ് രഹാനെ ഔട്ടായത്. സ്റ്റാർക്കിന്റെ കയ്യിൽ തട്ടിയിട്ട് നേരെ പിന്നലടിച്ച അടിയിൽ സ്റ്റാർക്കിൽ ഏകദേശം പിന്നലിനാണ് വിക്കറ്റ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഈവൻ മുകേഷ് കുമാർ എന്നൊരു ബോളർ ഉണ്ടായിട്ടും കൂടി അവസാനത്തോട്ടാണ് ബോൾ എറിഞ്ഞത്, അതുവരെ ബോൾ എറിഞ്ഞില്ല. അപ്പോൾ ആ ഒരു എന്താണ് അവിടെ ആ ഒരു ചേഞ്ച് വരുത്തിയെന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോ സ്പിന്നേഴ്സിന് സപ്പോർട്ട് ചെയ്യുന്ന പിച്ചാന്ന് വിചാരിച്ചിട്ടാണോ അങ്ങനെ ചെയ്തെന്നറിയില്ല. കാരണം KKR അറിയാലോ, KKRൽ ഗംഭീരമായിട്ടുള്ള സ്പിന്നേഴ്സ് ആണുള്ളത്. അപ്പോൾ അത് കണ്ടിട്ട് ഇനി അതുപോലെ ഒന്ന് കളിക്കാന്ന് വിചാരിച്ച് ചെയ്താണോന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ആ പ്ലാനുകളൊന്നും വർക്കായില്ല. ഏകദേശം അവസാനത്തോട്ടൊന്നും എത്തിയില്ല. അതിന് മുന്നേ തന്നെ കളി അങ്ങോട്ട് ജയിച്ച് KKR 2 പോയിന്റും കൊണ്ട് ഏകദേശം 7ാം സ്ഥാനത്തോട്ട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ. അതായത് 10ാം സ്ഥാനത്ത് തള്ളപ്പെട്ട KKR ഇപ്പോൾ 7ാം സ്ഥാനത്തോട്ട് കുതിച്ചു കയറുന്നുണ്ട്. ഇനി അങ്ങോട്ടും ഇതുപോലെ ജയിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ചിലപ്പം പ്ലേ ഓഫിൽ വരെ കാണാൻ സാധ്യതയുള്ള ഒരു ടീമാണ് KKR. ഇനി അങ്ങോട്ട് തോക്കാണ്ട് തന്നെ അങ്ങനെ പോകുമെന്ന് പറയാനും പറ്റില്ല. DC ബാറ്റ് ചെയ്ത സമയത്ത് കുഴപ്പമില്ലാത്തൊരു സ്റ്റാർട്ടിംഗ് ആണ് ആദ്യം കിട്ടിയത്. കാരണം 11 നിസ്സംഗ അടിച്ച് തന്നെയാണ് കളിച്ചത്. 29 ബോളിൽ 50 റൺസാണ് എടുത്തത്. 5 4 3 6 അടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ KL രാഹുലും മെല്ലെ, അതായത് ആ ഒരു KL രാഹുലിന്റെ സ്റ്റൈലിൽ തന്നെയാണ് തുടങ്ങിയത്. 14 ബോളിൽ 23 റൺസ്, 4 4 ഒക്കെ അടിച്ചിട്ട് നിൽക്കായിരുന്നു. ഒരു 5 ഓവറൊക്കെ ആകുമ്പോഴേക്കും 49 റൺസ് ആകുമ്പോഴേക്കും തന്നെ ഫസ്റ്റത്തെ വിക്കറ്റ് പോയി. ആ വിക്കറ്റ് പോയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് വിക്കറ്റുകൾ ചറവറ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആകെ ഇവിടെ 11 നിസ്സംഗ ഒരു സൈഡിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു 3 വിക്കറ്റൊക്കെ പോയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് നിസ്സംഗക്കും പറ്റിയില്ല. നിസ്സംഗ അങ്ങോട്ട് ഔട്ടായി 4ാമത്തെ വിക്കറ്റ് ആയിട്ട്. പിന്നീട് അവസാനം കുറച്ചു നേരം പിടിച്ചത് നമ്മൾ അശുതോഷ് ശർമ്മയായിരുന്നു. 28 ബോളിൽ 39 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. 3 4 3 6 അടിച്ചിട്ട് ആള് മാത്രമാണ് കുറച്ചൊന്നും അടിച്ചത്. ആ ഒരു 39 റൺസ് ഉള്ളതുകൊണ്ടാണ് ഇന്നലെ 142 എന്ന് പറഞ്ഞൊരു ടോട്ടലെങ്കിലും എത്താൻ പറ്റിയത്. എല്ലാം എന്നുണ്ടെങ്കിൽ ചിലപ്പം ഭയങ്കരമായിട്ടുള്ള ദയനീയമായിട്ടുള്ള ഒരു മാച്ച് ആയതിനെ ശരിക്കും DC ആദ്യം ജയിച്ചിട്ട് പിന്നീട് അങ്ങോട്ട് തോറ്റുകൊണ്ടിരിക്കുകയാണ്. KKR നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. രണ്ടുപേരുടെയും ഗ്രാഫ് നിറഞ്ഞ മേലോട്ടും താഴോട്ടും. ഇന്നലെ KKRന്റെ ബൗളേഴ്സ് എല്ലാവരും കിട്ടിലായിട്ട് ബോൾ ചെയ്തു. അതായത് ആർക്കും വിക്കറ്റ് കിട്ടാതില്ല. ഏകദേശം ഓൾമോസ്റ്റ് വരുൺ ചക്രവർത്തി ഒഴിച്ച് എല്ലാ ബൗളേഴ്സിനും വിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 6 ബൗളേഴ്സിനെ യൂസ് ചെയ്തപ്പോൾ അതിൽ 5 ബൗളേഴ്സിനും വിക്കറ്റ് കിട്ടി. ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ, നല്ല എക്കണോമി പിടിച്ചുകൊണ്ട് തന്നെയാണ് ബോൾ ചെയ്തത്. വരുൺ ചക്രവർത്തിക്ക് 4 ഓവറിൽ വെറും 28 റൺസേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാമറൂൺ ഗ്രീൻ 1 ഓവർ ചെയ്ത സമയത്ത് 12 റൺസ് കൊടുത്തെങ്കിലും അവർ വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കാർത്തിക് ത്യാഗി 4 ഓവറിൽ 25 റൺസ് കൊടുത്ത് 2 വിക്കറ്റ് എടുത്തപ്പോൾ അനുകുൽ റോയ് 4 ഓവറിൽ 21 റൺസ് കൊടുത്ത് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നത്തെയും പോലെ വൈഭവ് അറോറ 3 ഓവറിൽ 29 റൺസ് എടുത്ത് 1 വിക്കറ്റ് എടുത്തു. എപ്പോഴും മോസ്റ്റ് എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ബൗളർ, അതായത് റൺസ് പിടിച്ച് എറിയുന്ന ഒരു ബൗളർ സുനിൽ നരൈൻ, മാസ്റ്റർ ബൗളർ എന്ന് വേണം പറയാം. KKRന്റെ ആൾ ഇന്നലെയും കിഡിലൻ ബൗളിംഗ് തന്നെയായിരുന്നു. 4 ഓവറിൽ വെറും 17 റൺ വിട്ടുകൊടുത്തിട്ട് 1 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് വിക്കറ്റ് എടുക്കുന്ന മാത്രമല്ല, ചില സമയത്ത് ബൗളിംഗിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് റണ്ണ് പിടിക്കുന്നതിലും കൂടിയാണ്. കാരണം അത് തന്നെയാണ് നമ്മുടെ DCയുടെ കാര്യം പറയുമ്പോഴും എപ്പോഴും നമ്മൾ പറയാറുള്ളത്. കാരണം അക്ഷർ പട്ടേൽ അങ്ങനെയാണ്. ഇവൻ ഇന്ത്യൻ ടീമിൽ ബോൾ ചെയ്യുമ്പോഴും റൺസ് കുറച്ച് പിടിച്ചുകൊണ്ട് ചില സമയത്ത് വിക്കറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും ആള് ബോളിംഗിൽ പിടിക്കാറുണ്ട്. അത് തന്നെയാണ് ഇപ്പുറത്തെ ഭാഗത്ത് നമ്മളെ KKRലും കാണാൻ പറ്റിയത്. സുനിൽ നരൈൻ ഗംഭീരായിരുന്നു ആ ഒരു ബോളിംഗ്. ഇങ്ങനെ അത്രയും എക്കണോമിക്കലായിട്ട് എല്ലാവരും പിടിച്ചെറിഞ്ഞതുകൊണ്ട് തന്നെയാണ് 142 എന്ന് പറഞ്ഞൊരു സ്കോറിൽ DCനെ തളച്ചിടാൻ പറ്റിയതും.